ഹായ്, പുതിയൊരു ഫിഷിംഗ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ താന്നി ബീച്ചില. ഇത് കായല. ഇന്ന് കായലിലോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ബീച്ചിൽ വന്ന് കാണണം. പിന്നെ ഇതിനകത്തൊന്ന് കരിമീനെ കിട്ടാൻ പാടാ. ചെമ്പല്ലിയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ചെമ്പല്ലിയുണ്ട്. ചെമ്പല്ലിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം നല്ല വെള്ളത്തിൻ്റെ ഓളം കണ്ടോ, നല്ല രീതി ഓളമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, കിട്ടുമെന്ന് അറിയത്തില്ല. കായലും കടലും കൂടെ കിടക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം നമുക്കൊന്ന് ഫിഷിങ്ങിലോട്ട് പോകാം. ഫിഷിങ്ങിലോട്ട് പോയിട്ട് നമുക്ക് കടലിലേക്ക് ഒന്ന് കാണാം. ഓക്കെ, അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഒരു പട്ടി നിൽക്കുന്നുണ്ടോ? ആ പട്ടി നിൽക്കുന്നിടത്ത് ഞാൻ വന്നപ്പോൾ ഒരു ചെമ്പല്ലിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഓട്ടിക്കുള്ളി ഒരു ചെമ്പല്ലി. ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് അടിയിൽ പോവും. നമ്മൾ ഇച്ചിരി മാറി അങ്ങോട്ട് നിൽക്കുമ്പോൾ വീണ്ടും അത് അവിടെ പൊങ്ങി നിൽക്കും. ഞാൻ പിന്നെ പോയെങ്കിൽ നമ്മൾ ഒത്തിരി നേരം കൂടി കളിപ്പിച്ചുകൊണ്ട് പോയില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ ഇന്ന് ഒരു ചെമ്പല്ലി അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടിയുണ്ട് കണ്ട ആ പാറയുടെ കീഴിൽ കയറി. അവസാനം എന്നും വയ്യാത്ത രീതിയിലായിപ്പോയി. ഇറങ്ങാൻ പറ്റത്തില്ല, ആഴമുള്ള ഭാഗം അത്. അതുകൊണ്ട് ആരുമില്ല ഇറങ്ങിയെടുക്കാൻ. ഞാൻ അങ്ങനെ ബ്രൈഡ് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബ്രൈഡ് പൊട്ടിപ്പോയാലോ, അടിച്ചാനങ്ങ് പോകത്തില്ലേ. ഞാൻ ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് ആ റീൽ ഊരി ഞാൻ താത്ത് വെച്ചു. റീൽ ഊരിയപ്പോൾ ഞാൻ അത് ഓപ്പൺ അടിച്ചിട്ടാണ് റീൽ ഊരി വെച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ റീൽ ടൈറ്റാക്കി വെച്ചിരുന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഓപ്പൺ അടിക്കാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മീൻ വലിച്ചുകൊണ്ട് റീലുമായിട്ട് അങ്ങ് പോവും. അപ്പോൾ ഈ ഓപ്പൺ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നൂല് മാത്രമേ ഇത് വലിച്ചുകൊണ്ട് പോകത്തുള്ളൂ, റീൽ മേളിയിരിക്കും. അങ്ങനെ ഞാൻ ഈ കാട്ടി വന്ന് കുറേ കമ്പൊക്കെ ചവിട്ടി ഓടിച്ച് എടുത്തുകൊണ്ട് വന്ന് അവസാനം ചെരുപ്പ് ഊരി ഇട്ടിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഈ പായലുണ്ടായണ്ടേ അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളതിനെ കുത്തിയെടുക്കുന്നത് കാണാം. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ ആ ഒരു റീല് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് എനിക്കൊരു പേടി. അത് പോയാൽ പോയി. ഞാൻ കായലിൽ നിന്ന് പിടിക്കുന്ന ഒരു മീനിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, പക്ഷേ അത് അബദ്ധം പറ്റിപ്പോയി, അത് ഡിലീറ്റായിപ്പോയി. ഞാൻ പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റായ സമയത്ത് അതിൻ്റെ കൂടെ അതും അങ്ങ് ഡിലീറ്റായിപ്പോയി. അത് ഇത്രയും നേരമായിട്ട് പിടിച്ചിട്ട് അത് ഇറങ്ങി വരുന്ന പോലും ഇല്ല. ആൾ എടുത്ത് കരക്കിട്ടപ്പോഴാണ് ആൾ ചിരിയുള്ള ഒരെണ്ണമായിരുന്നു. അതിന് വാല് കൂട്ടി അടി കൊണ്ടത്. എന്തായാലും അവസാനം അതിന് ഇറങ്ങി വന്ന് കണ്ട അതിൻ്റെ വാല് കൂട്ടി അടി കൊണ്ടത് എടുത്ത് നമ്മളാൻ കരക്കയിട്ട്. ആ കായലിൽ നിന്ന് കിട്ടിയ കരിമീനെ നമ്മൾ ലാസ്റ്റ് ചെമ്പല്ലിയുടെ കൂടെ കാണിക്കുന്നത് കേട്ടോ. ചെറിയൊരു ചെമ്പല്ലേറി വാലിന് അടിയുണ്ട്. അത് ഇതിനു മുമ്പേ സംസാരിച്ച കേട്ടോ, ഒട്ടും സംസാരിക്കാൻ വയ്യ, ആ അവസ്ഥയായിരുന്നു. ഒരു ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ മാത്രമേ എനിക്കിത് ഇടാൻ പറ്റുള്ളൂ. കാരണം ആദ്യം പിടിച്ച ചെമ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തില്ല, ഞാൻ ക്യാമറ ഓണാണെന്നും പറഞ്ഞിരുന്നേ. അത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴായിരുന്നു ക്യാമറ ഓണല്ലായിരുന്നു, ഓഫായിരുന്നു. ആ ചെമ്പല്ലിയുടെ അത് കിട്ടാഞ്ഞത്, വീഡിയോ കിട്ടിയില്ല. ഈ ഓർമ്മത്തിൻ്റെ വീഡിയോ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതുമാത്രമല്ല പനിയൊക്കെ അല്ലായിരുന്നു, ആശുപത്രിയിലൊന്നും പോയില്ല. അതുകൊണ്ടാണ് പനിയൊക്കെ വെയിലൊക്കെ കൊണ്ട് തളർന്നൊരു ഒരു പരുവത്തിൽ നിന്ന്, അതുകൊണ്ടാണ് പറ്റിപ്പോയത് കേട്ടോ. കുറേ പേർക്കറിയാം ഈ ബീച്ചൊക്കെ, എന്നാലും ഒരു രസം തോന്നിയപ്പോൾ ഇട്ടതാ. നമ്മളിന്ന് വൈകുന്നേരം ഒന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫിഷിങ്ങിനായിട്ടല്ല, പുഴിക്കരയിൽ മീൻ പിടിക്കുന്നേ ഉണ്ട്. വൈകിട്ട് കൂടെ വരണം, വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരണം. എന്താ രസമെന്നറിയാമോ കാണാൻ. ഞാനെടുത്ത സീനറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാനെടുത്ത സീനറിയൊക്കെ അതിനകത്തുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഈ കാണാൻ പോകുന്ന സീനറിയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. നല്ല അടിപൊളി സീനറി അല്ലേ. സീനറി മാത്രമല്ല, വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ചൂണ്ടക്കാരെ ബഹളോ, അല്ല അടിപൊളി മീനെയൊക്കെ പിടിക്കുന്നത്. നമുക്ക് മീനൊക്കെ ഇതിനകത്തുണ്ട്, നമുക്ക് അന്നേരം കാണാം. അവർ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ജീവനുള്ള കൊഞ്ച, അത് അടിപൊളി വലിയ കൊഞ്ചിനെയൊക്കെ അവർ കൊരുത്ത് ചൂണ്ടയ്ക്ക് എറിഞ്ഞിടുക. അവർ പിടിച്ച മീനൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് അവസാനം ഇതൊന്ന് കണ്ടു നോക്കാം. അവർ പിടിച്ച മാത്രമല്ല, നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ പിടിച്ച മീനും ഇതിനകത്തുണ്ട്. നമുക്കതും ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കണ്ടോ, ചൂണ്ടക്കാർ പിടിച്ച മീനാത്. ഇത് 4 ചത്തുപോയി.
അപ്പുറ സൈഡിൽ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട്, ജീവനുള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് അവർ ബൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊഞ്ചാണ്, ചെമ്മീൻ. എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുക. കാരണം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. എൻ്റെ പുതിയ ഡാർട്ടൊക്കെ എത്താനുണ്ട്, അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫിഷിങ് തുടങ്ങുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വരുമെന്ന് വന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സഹായിക്കുക. ഇതാ നമ്മൾ പിടിച്ച മീൻ, ഈ മീനെ കിട്ടിയുള്ളൂ.